അപ്പൊ നമ്മള് ചീരയൊക്കെ പറിച്ച് വന്നു കണ്ടോ, പാകത്തിന് കുറച്ച് ചീരയൊക്കെ പറിച്ചിട്ടുണ്ട് തന്നതാണ്. അപ്പൊ ഞാൻ തമാലയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചതാണ്. ഞാനും അറിഞ്ഞിട്ടൊന്നും ഇത് അത്രയ്ക്കൊന്നും കഴിക്കത്തില്ല, 1-2 കായൊക്കെ കഴിക്കുള്ളൂ. ഇതിപ്പോ 4 ഉണ്ട് കണ്ടോ. തങ്കൂബാ വെള്ളം നോക്കൂ. നമസ്കാരം, സൂമിയാണ്. ലൈഫ് ഓഫ് പാരൻസ് വീഡിയോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, അതിൻ്റെ ഒപ്പം തന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അതും കൂടെ കാണിക്കാമെന്ന്, എന്തൊക്കെയാണ് നമ്മളിന്ന് കഴിക്കാൻ പോണ ഫുഡ് എന്ന്. അങ്ങനെ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വലിയ ഫുഡുകളും അതായത് പേര് കേട്ട ഫുഡുകളൊന്നും അല്ല കേട്ടോ, ചെറിയ നമ്മൾ ഡെയിലി കഴിക്കുന്നതിൻ്റെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. രാവിലെ തന്നെ തമാലേൻ്റെ വക നല്ല ദോശയും ചട്ടണിയും അതുപോലെ ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് തമാല ഇവിടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത്. തമാല ഇപ്പോൾ ഏകദേശം ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. നല്ല ദോശ നെയ്യൊക്കെ തൂവിയിട്ട് നല്ല ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ചമ്മന്തി വെച്ചിട്ടുള്ള നല്ല തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ദോശേൻ്റെ ഒപ്പം കഴിക്കുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ ബീഫ് കറിയാണ് കേട്ടോ, അതുവരെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇനി അരനേട്ടം വരണം. അരനേട്ടം കഴിക്കാൻ വരാനായിട്ടില്ല. തങ്കുവിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. തങ്കുവിനെ ഇപ്പോൾ ഞാൻ പുറത്ത് വിട്ടതാട്ടോ. പുറത്ത് ഓടിയൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൂട്ടിൽ ഇരിക്കുകയാണ്. കാരണം ഇവിടെ പണിക്കാരുണ്ട് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ പകലധികം തങ്കുവിനെ വിടാറില്ല. എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വിടും, അവർ ലഞ്ച് ബ്രേക്കിന് കയറുമ്പോൾ ഞാൻ വിടും. അതുപോലെ വൈകുന്നേരം വിടും. ഇല്ലെങ്കിൽ പണിക്കൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ, അത് ഞാൻ ഓടിക്കളിച്ച് അവരുടെ കൂടെ പോകും. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് വിത്തുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ആ വിത്തുകളൊക്കെ പലതും, അതിൽ പല വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. തങ്കുവിൻ്റെ നല്ല സൗണ്ട് ഇതിലുണ്ടാവുക, ഡിസ്റ്റർബൻസ് ആയി തോന്നരുത്. തങ്കുവിനെ ഞാൻ കാണിക്കാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ പുറത്തേക്ക് വിടുമ്പോൾ ഞാൻ കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പയറിൻ്റെ സെക്ഷൻ കാണാം അല്ലേ. ഇത് നമ്മുടെ മമ്പയറാണ് കേട്ടോ. ഞാൻ ഒരു കുപ്പിയിൽ ഒരു മമ്പയറിൻ്റെ വിത്ത് കാണിച്ചിരുന്നില്ല. അപ്പം അത് നട്ടതെല്ലാം മുളച്ചിട്ടുണ്ട്. ഞാൻ ഒരു കുഴി തന്നെ 2, 3, 4 മമ്പയറിൻ്റെ തൈകൾ വിത്തിട്ടായിരുന്നു കേട്ടോ. കാരണം അത് കുറച്ചങ്ങ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ 1, 2 ഒക്കെ ആകുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ 1, 2 തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാറ്റിൽ അതങ്ങോട്ട് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോ കുഴിയിലും ഞാൻ അത്യാവശ്യം വിത്തുകൾ ഇട്ടിട്ടുണ്ട്. കാരണം ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അതങ്ങ് സ്ട്രോങ്ങിൽ നിൽക്കും. അപ്പോൾ ഒരു ബെഡ് മൊത്തം മമ്പയറാണ്. പിന്നെ ഈ രണ്ടാമത്തെ ബെഡിൽ നമ്മൾ നട്ടിട്ടുള്ളത് ബീൻസാണ്, വള്ളി കയറുന്ന ബീൻസാണ്. ഇത് വള്ളി കയറി കഴിഞ്ഞാൽ നമ്മളടുത്ത് കുറച്ച് കമ്പും ചുള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന് പടർന്ന് കയറാനുള്ളത് അങ്ങോട്ടേക്ക് ആ ഫെൻസിങ് ടച്ച് ചെയ്തിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നടുവൊരു ചെറിയൊരു ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ, ഈ പോർഷനിൽ ഞാൻ നമ്മുടെ ബീട്രൂട്ട് കുറച്ച് വിത്ത് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നട്ടിട്ടുണ്ട്. അത് എല്ലാം മുളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ചും കൂടി വലുപ്പമായ ബീട്രൂട്ടിൻ്റെ തൈ അപ്പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടെ വലുപ്പമായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ തൈകൾ കേട്ടോ ഇത്രയും വലുപ്പത്തിൽ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം നട്ടതാണ്. തൊട്ട് മുന്നേ കണ്ട ബീട്രൂട്ടിൻ്റെ തൈ നമ്മൾ വീഡിയോ ചെയ്തില്ല, അന്നേരം നട്ടതാണ്. അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നട്ടതാണ് ഈ ബീട്രൂട്ടിൻ്റെ തൈകൾ. ഇതിന് മാറ്റി നടാനായിട്ടുണ്ട് കേട്ടോ, മാറ്റി നടണം. പിന്നെ തൊട്ടിപ്പുറത്ത് ഇതാക്കണ തക്കാളി തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് വെണ്ടയാണ്. ഇതൊക്കെ ഇനി മാറ്റി നടണം. ശരിക്കും പറഞ്ഞാൽ വെണ്ടൊന്നും മാറ്റി നടാതെ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് നടേണ്ടത്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് നട്ടു പോയത്. പിന്നെ ഇത് മുളകും തൈയാണ്. ഇത് കുമ്പളമാണോ അതോ വെള്ളരി ആണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് തോന്നുന്നത് വെള്ളരിയാണ് തോന്നുന്നത്. കാരണം വെള്ളരീൻ്റെ വിത്താണ്, വെള്ളരീൻ്റെ തൈയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ഇനി മാറ്റി നടണം. ഇത് മുളകാണ്. മുളക് ഞാൻ പല സ്ഥലത്ത് കുറേ നട്ടിട്ടുണ്ട്. മുളകിന് ഇവിടെ അത്രയും അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏതിൻ്റെ തൈയാണിതെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി വലുതായാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് 2, 3 ഇല വന്നിട്ടുള്ള മുളകും തൈകളാണ്. അതൊക്കെ മുളകും തൈകൾ ഇവിടെ മുളച്ച് വരുന്നു. പിന്നെ ഈ ഭാഗത്ത് ഞാൻ ഉള്ളീൻ്റെ വിത്ത് നട്ടേന്ന് കേട്ടോ, പക്ഷെ അതൊന്നും മുളച്ചത് കണ്ടില്ല. കുറച്ച് കഴിയുമ്പോൾ മുളക്കായിരിക്കും. എങ്ങനെ ആദ്യമായിട്ടാണ് ഉള്ളീൻ്റെ വിത്ത് തരുന്നത്, അപ്പോൾ മുളച്ചില്ല. ഇത് കുമ്പളത്തിൻ്റെ വിത്താണ് തോന്നുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ കുറേ മുന്നേ നട്ട് ഏതൊക്കെ വിത്ത് ഇവിടെ നട്ട് എനിക്കൊരു ഓർമ്മ ഇട്ടില്ല. ഇത് പയറാണ്. ഓരോന്നും ഇവിടെയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇത്
മത്തനാണ് കേട്ടോ. ഞാൻ ഈ ഫെൻസിങ്ങിലേക്ക് കയറ്റി വിടാന്ന് വിചാരിച്ചിട്ട് സൈഡിൽ നട്ടിട്ടുള്ള മത്തനാണ്. തങ്കു ഒച്ചല്ലേ മോനെ കുഞ്ഞേ, വിടാം 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 കുഞ്ഞ്. അപ്പൊ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ വാഴയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ കണ്ട വാഴയ്ക്ക് കുറേ ഇലകളൊക്കെ വന്നു, നല്ല രീതിക്ക് വാഴ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറേ കുഞ്ഞ് ചീര തൈകൾ വരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ട ചീര ഇത്രയും വലുപ്പമായിട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവരും പറയും മാറ്റി നടാൻ വേണ്ടിയിട്ട്. ഞാൻ മാറ്റി നടാൻ വേണ്ടിയിട്ട് വേറെ ചീര വിത്ത് നട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ കറിക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ ഇപ്പം വന്നതിന് ശേഷം നമുക്ക് ചീരയോ പച്ചക്കറികളൊന്നും അധികം ഇല്ല. അപ്പം പെട്ടെന്ന് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് വളർത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ചീര. ഇത് ഞാൻ മാറ്റി നടുന്നൊന്നുമില്ല. മാറ്റി നടാൻ വേണ്ടി വേറെ നമ്മൾ കുറേ നട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് മാറ്റി നടാൻ. കണ്ടോ ഇഷ്ടം പോലെ ചീര ഉണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ കറിക്ക് നമ്മൾ എടുക്കും കേട്ടോ ചീര. അപ്പം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കൂടെ പച്ചച്ചീര ഉണ്ടായിട്ടുണ്ട്, പിന്നെ ലെറ്റ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കാണിച്ചു തരാം. ഉണ്ടോ ലെറ്റ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വിത്ത് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ലെറ്റ്യൂസ്. പിന്നെ നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് സക്സസ് ആയിട്ട് മുളപ്പിച്ചെടുക്കണം. മറ്റേത് നമ്മൾ മുളച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ വാഴേൻ്റെ ചോട്ടിലുള്ള വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ. വാഴേൻ്റെ ചോട്ടിൽ ഇഷ്ടം പോലെ ചീര ഉണ്ടായിട്ടുണ്ട്. ഉണ്ട് ബാക്കി വാഴകളൊക്കെ നമ്മൾ ഇവിടെ നട്ടിട്ടില്ല. 3 വാഴ. ഈ 3 വാഴ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലുള്ളൊരു വാഴ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ 2 വാഴ നട്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അത്രയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞാനതിൻ്റെ തലപ്പൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വാഴ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ ഉള്ളിൽ ചീര നട്ടപ്പോൾ അതിൻ്റെ വിത്തൊക്കെ ഒഴുകി വന്നത് ഇവിടെയൊക്കെ ചീര മുളച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ തമാല ഒക്കെ താമസിക്കുന്ന വീട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് ഫുള്ള് എന്താ പറയുക നല്ല പച്ചപ്പും ഹരിതാപമാണ്. ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫെൻസിങ്ങിൻ്റെ ഈ സൈഡിലായിട്ട് ഈ സൈഡിലായിട്ടാണ് നമ്മുടെ കൃഷിത്തോട്ടം ഉള്ളത്. പിന്നെ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ചീര കണ്ടു, കുഞ്ഞു ചെടികളൊക്കെ മുളച്ചത് നമ്മൾ കണ്ടില്ലേ ഈ സൈഡിൽ. പിന്നെ വീടിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഞാൻ നമ്മുടെ മല്ലിക ഉണ്ടല്ലോ, നല്ല ഉണ്ട മല്ലിക, ചെണ്ടുമല്ലി എന്ന് പറയുന്നത്, അത് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ പൂവായി, പലതിലും പൂവായിട്ടുണ്ട് കണ്ടോ. നല്ല വലിയ പൂവാണ് കേട്ടോ. ഞാനപ്പം വളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. വളം എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ കോഴിക്കാട്ടം ഉണ്ടല്ലോ ഉണങ്ങിയത്, അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചാണകം നോക്കിയിട്ട് ഇവിടെ കിട്ടിയില്ല കേട്ടോ. പിന്നെയും നമ്മുടെ ഇമ്പൂസി വില്ലേജ് പോകുമ്പോൾ കുറച്ച് ചാണകം കൂടി മേടിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വേണം ഇതിനൊക്കെ ഇട്ട് കൊടുക്കാൻ. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ കുഞ്ഞ് കവറിൽ പാക്കി നിർത്തിയേക്കുന്നതൊക്കെ റോസയാണ് കേട്ടോ. ഞാൻ നമ്മുടെ സിസ്റ്റർമാരുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിസ്റ്റർമാരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ മലാവി ഡയറിയിൽ അവരുടെ വലിയ വീഡിയോ വരും കേട്ടോ. അവിടെ സിസ്റ്റർമാർ ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സിസ്റ്റർമാരാണ്. അതായത് ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റർമാരാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന റോസയാണ്. ഇതെല്ലാം ഞാൻ പാകി നിർത്തിയിട്ടുണ്ട്. റോസയുണ്ട്, പിന്നെ വേറൊരു തരം ചെടിയുണ്ട്, പിന്നെ ജമന്തി ഒക്കെ ഉണ്ട്. ഞാൻ പാകി നിർത്തിയേക്കാണ്. ഇതൊക്കെ കിളിച്ച് വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റോസ. എല്ലാം പാകി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിനയൊക്കെ ഇലയൊക്കെ ആകെ പോയിട്ടോ. ഇപ്പം തളിർത്ത് വരുന്നുണ്ട് പുതിനേൻ്റെത്. നമ്മുടെ കുഞ്ഞു ചെടികൾ ആണോ. ഇത് നമ്മൾ ചെടിക്കിടാൻ വേണ്ടിയിട്ട് കോഴിക്കാട്ടം കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ, വളം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കൂർക്കയൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇവിടെ ഈ ഇടയിൽ കണ്ടോ, ഇത് മെയ്സാണ്. ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് മെയ്സ് നട്ടതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ മെയ്സ് ഇടുന്നത്, ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ മെയ്സ് ഇടുന്നുണ്ടപ്പോൾ എനിക്കൊന്ന് നടാൻ വേണ്ടി തോന്നി. ഈ വാഴ ഞാൻ പറഞ്ഞു, ഈ വാഴയും അവിടെ ഇരിക്കുന്ന വാഴ, 2 വാഴ ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ മോൾ ഭാഗം മുറിച്ചു കൊടുത്തു നല്ല രീതിക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം അത് കുറച്ച് മുകളിലേക്ക് വന്നിങ്ങാണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. പുറത്തേക്ക് അതിൻ്റെ തൂമ്പ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ഭാഗം മുറിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ചെടികളൊക്കെ പിടിച്ചു കേട്ടോ. പനിക്കൂർക്ക പിടിച്ചു, വാഴച്ചെടി പിടിച്ചു, നമ്മുടെ കറ്റാവാഴ പിടിച്ചു. ഇവിടെ നട്ട ചെടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ആകെ ഉണങ്ങിപ്പോയത് തുളസി മാത്രമാണ് ഉണങ്ങിപ്പോയത്. ഇനി തുളസീൻ്റെ വേറൊരു തൈ നടണം. തുളസി ആകെ ഉണങ്ങിപ്പോയി. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന നമ്മുടെ റോസ എല്ലാം തളിർത്തു. കണ്ടോ,
എന്താ എല്ലാ റോസ ചെടികളും തളിർത്തു. ഒന്നും നഷ്ടമായി പോയിട്ടില്ല കേട്ടോ, എല്ലാം തളിർത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പുറത്തുള്ള വിശേഷങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച് ചോളമുണ്ട്, കമ്പം. ഇത് ഇവിടെ തൊട്ടപ്പുറത്തുള്ള ചെടിയിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. നമ്മൾ പറിച്ചതല്ല, ഇവർ പറിച്ചിട്ട് എനിക്ക് തന്നതാണ്. അപ്പം ഞാൻ തമാലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഞാനും അറിഞ്ഞിട്ടൊന്നും ഇത് അത്രയ്ക്കൊന്നും കഴിക്കത്തില്ല, 1-2 കായൊക്കെ കഴിക്കുള്ളൂ. ഇതിപ്പോൾ 4 ഉണ്ട് കണ്ടോ, 4 കായുണ്ട്. ഞാൻ തമാലയ്ക്കും കൂടി കൊടുക്കാൻ വിചാരിച്ചിട്ട് വെച്ചത്. തമാലയ്ക്കൊക്കെ ഇഷ്ടമാണല്ലോ, അവരുടെ മെയിൻ ഫുഡാണല്ലോ ചോളം എന്ന് പറയുന്നത്, കമ്പം. അതാ അപ്പം തമാല ചട്ടണിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നു, ഓരോ പണിയിലാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീരേൻ്റെ ഇല പറിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചീര പറിക്കണം എന്നുള്ളത്. ഒരു കത്രയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചീരേൻ്റെ ഇല പറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വലിയ ചീര നോക്കിയിട്ട് തന്നെ പറിക്കാം അല്ലേ. പിന്നെ ഇതിങ്ങനെ പറിച്ചെടുക്കുകയല്ല, ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ മുറിച്ചെടുക്കുകയാണ്, ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നശിച്ചൊന്നും പോകത്തില്ല. നല്ല ചീരേൻ്റെ ഇല കേട്ടോ. ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് മുറിക്കാം. അപ്പം നമ്മൾ ചീരയൊക്കെ പറിച്ച് വന്നു കണ്ടോ, പാകത്തിന് കുറച്ച് ചീരയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് ചീര നാളെ തോരൻ വെക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ പറിച്ചേക്കുന്നത് നമുക്ക് താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മലപ്പുറംകാരുടെ ഒരു പ്രത്യേക തരം സ്റ്റൈലാണ് തോന്നുന്നു താളിപ്പ്. ഞങ്ങളെ വീട്ടിലും ഒക്കെ താളിപ്പ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കുറേ ഭാഗത്തേക്ക് അങ്ങനത്തെ ഒരു കറി ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഇന്ന് നമ്മൾ ചീര താളിപ്പാണ്. നല്ലതല്ലേ ചീരത്താളിപ്പ്? എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചീരത്താളിപ്പൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി ചീരേൻ്റെ ഇലയൊക്കെ നന്നാക്കി എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു താളിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചുമന്ന ഇല ചീരേൻ്റെ താളിപ്പ്. തണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്, ഇല മുറിച്ചിട്ടില്ല, ഇങ്ങനെ എടുത്തു വെച്ചേക്കണ ഇല. പിന്നെ ഇതിനാവശ്യമുള്ളത് വെളുത്തുള്ളി വേണം, ചെറിയ ഉള്ളി വേണം, അതുപോലെ തന്നെ പച്ചമുളക് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് നമുക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഊണെടുക്കാം. തമാല ഇവിടെ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇടാം, നാട്ടിലുള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വെളുത്തുള്ളി വട്ടത്തിന് അരിഞ്ഞ് ചേർക്കണം. തമാല വെളുത്തുള്ളി ചേർക്കാൻ. അപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണ്, സവോളയല്ല. ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് സവോള ഉപയോഗിക്കാൻ പറ്റും, ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണയിലാണെങ്കിലാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുക. അതുപോലെ കടുക്, കറിവേപ്പില അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴഞ്ഞൊന്നും വേണ്ട, ജസ്റ്റ് ആഡ് ചെയ്ത് 2 ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നടുവേ കീറിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി കണ്ടില്ലേ, ഈ കളറിലൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറ്, ഒരുപാട് ബ്രൗൺ ആവരുത്, ലൈറ്റ് ബ്രൗൺ കളറിലാവുമ്പോൾ നമ്മൾ അതിലേക്ക് കഞ്ഞിവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 1 കപ്പ് കഞ്ഞിവെള്ളം ആഡ് ചെയ്യാണ്. ഇനി ഈ കഞ്ഞിവെള്ളം നല്ലോണം തിളയ്ക്കണം കേട്ടോ. നല്ലോണം തിള വന്നതിന് ശേഷമാണ് നമ്മൾ ചീരേൻ്റെ ഇല ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഈ നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോഴല്ല, തിള വരുമ്പോൾ, നന്നായിട്ട് തിളച്ച് ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നല്ലോണം ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് പാകത്തിനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചീരേൻ്റെ ഇല ചേർക്കാം കേട്ടോ. ചീര തമാലൊക്കെ താളിപ്പ് പഠിച്ച് വരുന്നുള്ളൂ, അറിയാം, ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇത് ആഡ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ
ചീരേൻ്റെ ഇല പൂ ഇതണ പോലെ പഴത്തി ആടിപ്പുള്ളു. ചീരേൻ്റെ ഇല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇല ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അത് നല്ലോണം തിളച്ച് വന്ന് ഈ ഇലേൻ്റെ കളറൊക്കെ ഒന്ന് വാടും. അറിയാമല്ലോ നമ്മൾ ഇല കുക്കാവണ സമയം. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡിയാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ താളിപ്പിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നാട്ടിൽ ഞങ്ങളുടെ അച്ഛമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് ഞങ്ങളിത് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചീരത്താളിപ്പ്, പപ്പടത്തിൻ്റെ താളിപ്പ്, അതുപോലെ തക്കാളി താളിപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആ ഒരു താളിപ്പും ഒരു മീൻ വറുത്തതോ ഒക്കെ ഉണ്ടായാൽ മതി. ചോറ് നല്ലോണം എന്താ പറയുക, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ മുരിങ്ങയുടെ ഇല താളിപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഈ നോമ്പ് കാലത്തൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരികളൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. നോമ്പ് കാലത്ത് അവർ രാവിലെ നോമ്പ് തുറക്കൊക്കെ ചോറും മുരിങ്ങയില താളിപ്പൊക്കെ ഉണ്ടാക്കി വെക്കണതൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ അവർ ഭക്ഷണം കഴിച്ചിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമല്ലോ അത്. അപ്പം ചീരത്താളിപ്പ് ഇവിടെ ആവട്ടെ അല്ലേ. അപ്പം നമ്മുടെ ചീരത്താളിപ്പ് റെഡി ആയി കേട്ടോ. ഇത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരുപാട് ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒരു ഇങ്ങനെയൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചീരത്താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളെ ലഞ്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് നമ്മൾ കിണർ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ മലാവി ഡയറിയിൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് ആ വീഡിയോൻ്റെ മുന്നേ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഇടുക. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എന്നാലും ഞാൻ പറയുന്നത് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ കിണർ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ കുഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ, അതായത് സ്റ്റാർട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തു. ഇനിയിപ്പോൾ അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് നടക്കാവുന്ന ദൂരമുള്ളൂ. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ദൂരം ഉണ്ടാകും. 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടാകും. പക്ഷെ നടക്കാവുന്നതേ ഉള്ളൂ. അങ്ങോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി ലഞ്ച്. അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾക്ക് ലഞ്ച് കുറച്ച് ഹെവി ആയിരുന്നു. ലഞ്ചും ഡിന്നറൊക്കെ കുറച്ച് ഹെവി ആയിരുന്നു. ഞങ്ങൾ ബീഫ് റോസ്റ്റും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയത്. അപ്പം അരുണേട്ടൻ പറഞ്ഞു ഇന്ന് വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മതി കേട്ടോ എന്നുള്ളത്. ഞങ്ങൾ അങ്ങനെയാണ് പൊതുവെ. കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാൻ അന്ന് പിറ്റേ ദിവസം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മതി. നമുക്ക് അത്രയും അതാണ് നമ്മുടെ ഇഷ്ടം. അപ്പോൾ നമ്മളിന്ന് ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ചീരത്താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് അല്ല, മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ചോറും. ഞാൻ ലഞ്ച് കഴിക്കാൻ നിൽക്കണില്ല, പോയി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിക്കണേ. പിന്നെ അരുണേട്ടൻ കുറച്ച് കഴിയുമ്പോൾ വന്ന് കഴിച്ചോളൂ കേട്ടോ. നമ്മളെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും തമ്മാലയും കൂടെ അങ്ങോട്ടേക്കാണ് പോവുകയാണ്, നമ്മുടെ കിണർ കുഴിക്കണോടത്തേക്ക്. അപ്പോൾ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഇവിടെ എടുക്കാം. നമ്മുടെ താളിപ്പൊക്കെ കൂട്ടിയിട്ട് അരുണേട്ടൻ ലഞ്ച് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് അരുണേട്ടാ? അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്ഷണങ്ങളിൽ ഒന്നാണ് താളിപ്പ്, അതുപോലെ പഴങ്കഞ്ഞി. ഭയങ്കര ഇഷ്ടം. താളിപ്പ് കൂട്ടി ചോറ് കഴിക്കാൻ പൊളിയാണ്. നല്ല ചുവന്ന ചീരത്താളിപ്പ്. ഇത് നമ്മുടെ ശേഖരേട്ടൻ്റെ പാവക്ക അച്ചാറാണ്. നമ്മുടെ ഇവിടെയുള്ള അരുണേട്ടൻ്റെ കൊളീഗാണ്. ശേഖരേട്ടനുണ്ടാക്കിയ പാവക്ക അച്ചാർ അടിപൊളി ടേസ്റ്റാണ്. ആന്ധ്ര സ്റ്റൈലാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ആന്ധ്ര സ്റ്റൈൽ പാവക്ക ഞാൻ കഴിക്കാത്തതിന് പക്ഷേ അടിപൊളി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആന്ധ്ര സ്റ്റൈലിലുള്ള പാവക്കാച്ചാൻ്റെ റെസിപ്പി ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ദിവസം ശേഖരേട്ടൻ ലീവ് ഇട്ട ദിവസം നമുക്ക് ഈ അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കാം. സൂപ്പറാ, അടിപൊളി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അല്ലേ? അപ്പോൾ അരുണേട്ടൻ ഇന്ന് ലേറ്റ് ആയിട്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വന്നാൽ കഴിച്ചിട്ട് പോയി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ തങ്കുവിനൊക്കെ ഒന്ന് പുറത്തേക്ക് തുറന്നു വിട്ടു. തങ്കു ഭയങ്കര ഓടിക്കളിക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കണം തങ്കുവിന്. തമാലേൻ്റെ പുറകെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.